ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയാണ് സഹാറ കുർത്തി മോഡലുള്ള ഡ്രസ്സ് തയ്ക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. അതിന് ആദ്യം തുണി ഞാൻ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് പാൻറ്റിൻ്റെ 21 ഇഞ്ചാണ്. ഇതിനെ നമ്മൾ 3 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ പാർട്ട് വന്നിട്ട് നമുക്ക് 9 ഇഞ്ചും പ്ലസ് നമ്മൾ സീം അലവൻസിൻ്റെ മേലെ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം മടക്കി അടിക്കാനും കൂടി വേണ്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ 11 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാകമായിട്ട് കുട്ടിക്ക് പാകമായിട്ടുള്ളൊരു പാൻറ്റ് അതിൻ്റെ മേലെ വെക്കുക. അതിൻ്റെ ആ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിന് ശേഷം താഴേക്ക് എത്രയാണോ നമുക്ക് അതായത് ലൂസ് വേണ്ടത് വെച്ചാൽ ലൂസ് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ വേസ്റ്റ് വന്നിട്ട് കറക്റ്റ് അതേ അളവ് എടുക്കരുത്, അതിൻ്റെ ഡബിൾ എടുക്കണം. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതേ അളവിലൊന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് വെക്കുന്നതുകൊണ്ടാണ് 1.5 ഇഞ്ച് എക്സ്ട്രാ മേൽഭാഗത്തേക്ക് എടുത്തത്. 1/2 ഇഞ്ച് താഴെ നമുക്ക് മറ്റേ പീസ് ജോയിൻ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ തുണി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് വേണ്ടത് 7 ഇഞ്ചാണ്. ശരിക്കും 6 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം മേലെയും താഴെയും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ 2 പീസ് വേണം നമ്മൾ. അതായത് ഇപ്പം നമ്മൾ നേരത്തെ ഒരു ബോട്ടത്തിൽ എത്രയാണോ ലൂസ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ലൂസിന് അതെത്രയാണ് നിങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ പ്ലസ് ഒരു 15 ഇഞ്ച് അതിൻ്റെ ഡബിളെങ്കിലും എടുക്കണം. ഞാനിവിടെ 7.5 ആണ് എടുത്തത്. അപ്പോൾ ഞാൻ 15 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് അത്യാവശ്യം നല്ല പ്രില്ലിട്ടിട്ട് നല്ല വീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ പീസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വരുന്ന രീതിയിൽ പ്രില്ലിട്ടെടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ തേർഡ് പാർട്ട് അതേമാതിരി തന്നെയാണ്. 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പ്ലസ് 1.5 നമ്മൾ എക്സ്ട്രാ എടുക്കണം. താഴെ നമുക്ക് 1 ഇഞ്ചിൽ മടക്കി അടിക്കണം. മേലെ 1/2 ഇഞ്ച് നമുക്ക് ജോയിൻ ചെയ്യാനും വേണം. അതും ഇതേപോലെ തന്നെ എക്സ്ട്രാ ഒരു 15 20 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഞാൻ കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുക. ഇതും അതേപോലെ തന്നെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് അടിക്കുക. ഇനി നമുക്ക് 2 പീസും നല്ല ഭാഗം വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു സെൻറ്റർ പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ഒരു പോയിൻ്റ്, അവിടെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഈ കാണുന്ന പോലെ നിങ്ങളൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ അടിച്ചെടുത്ത 2 പീസും സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, പാൻറ്റിൻ്റെ ആ സൈഡ് വശം അടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഇടുമ്പോൾ നമുക്ക് സൈഡ് അടിക്കാനുള്ള ഭാഗം കിട്ടും. അപ്പോൾ സൈഡും കൂടി ഒന്ന് അടിക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് ഒന്ന് മടക്കി അടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ എലാസ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് വെച്ചിട്ട് വേണം അടിക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് എലാസ്റ്റിക് ഇട്ടെടുത്താൽ മതി. ഇവിടെ വേസ്റ്റ് 20 ഇഞ്ചാണ് മോക്ക് വന്നിട്ടുള്ളത്. ഞാൻ അതിന് 3 ഇഞ്ച് കുറച്ചിട്ട് 17 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഇതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറുള്ള പലാസോ പാൻറ്റാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എലാസ്റ്റിക്കാണ് നമ്മൾ വേസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയാണിത് മക്കൾക്ക് ഇട്ടാൽ കാണാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒത്തിരി ശ്രമിച്ചു നോക്കി, പക്ഷേ ഇടാൻ കൂട്ടാക്കുന്നില്ല. അല്ലെ ഇട്ടാൽ തന്നെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇട്ട് കാണിച്ചു തരാത്തത്. ഇതാണ് നമ്മൾ അതിലേക്ക് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ള ടോപ്പ്. അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും.